ഒരു ക്ലാസ്സിലെ 11 കുട്ടികളുടെ ശരാശരി ഭാരം 43 കിലോഗ്രാമാണ്. 40 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി കൂടി ഇതിലേക്ക് ചേർന്നാൽ ശരാശരി ഭാരം എത്ര? അപ്പോൾ ഇത് കാണാനുള്ള ഒരു എളുപ്പ വഴി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ശരാശരി ഭാരം എന്ന് പറയുന്നത് 43 കിലോ. ഇപ്പോൾ പുതുതായി വന്നയാളുടെ ഭാരം എന്ന് പറയുമ്പോൾ 40 കിലോഗ്രാം. അപ്പോൾ 3 കിലോഗ്രാം കുറവുള്ള ആളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ശരാശരി ഭാരത്തിൽ കുറവ് ഉണ്ടാകുകയാണ് ചെയ്യുക. അപ്പോൾ 3 കിലോ കുറവുള്ള ആളാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പുതിയ ആൾ കൂടി വന്നപ്പോൾ 12 പേരായി മാറി. 11 എന്നുള്ളത് 12 പേരായി മാറി. അപ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് ഈ 3നെ പുതിയ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ്. അതായത് 3/12. അപ്പോൾ ഇതിനെ 3 കൊണ്ട് വെട്ടിച്ചുരുക്കി കഴിഞ്ഞാൽ 1/4 എന്ന് കിട്ടും. 1/4 അതായത് 0.25. 43 മൈനസ് 0.25 42.75 ഉത്തരം. ആദ്യത്തെ 55 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? അപ്പോൾ ശരാശരിയുടെ ഉത്തരം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം തുക ബൈ എണ്ണം എന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ശരാശരി എന്ന് പറയുന്നത് മധ്യത്തിലുള്ള സംഖ്യയായിരിക്കും. ശരാശരി എന്ന് പറയുന്നത് എപ്പോഴും മധ്യത്തിലുള്ള സംഖ്യയായിരിക്കും. ഇനി എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാനുള്ളത് എളുപ്പവഴി n+1/2 ആണ്. n+1/2. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സംഖ്യകൾ എന്ന് പറയുന്നത് 55. അതിൻ്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 56 കിട്ടും. അപ്പോൾ 56/2 28 എന്നതാണ് ആൻസർ. ഒരു ക്ലാസ്സിലെ 5 കുട്ടികളുടെ ശരാശരി മാർക്ക് 88 ആണ്. 100 മാർക്ക് കിട്ടിയ ഒരു കുട്ടി പോയി. പകരം മറ്റൊരു കുട്ടി വന്നപ്പോൾ ശരാശരി മാർക്ക് 2 കുറഞ്ഞു. പുതിയ കുട്ടിയുടെ മാർക്ക് എത്ര? ഓപ്ഷനിൽ 90, 86, 92, 98 ഉണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഇതിൻ്റെ തുക കാണും, 5 × 88. അതിനുശേഷം പോയ കുട്ടിയുടെ മാർക്ക് കുറക്കും. അങ്ങനെയൊക്കെയാണ് കാണുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത്തിരി സമയം വേണം. അതിനേക്കാൾ എളുപ്പ വഴിയെന്ന് പറഞ്ഞുതരാം. അതായത് പോയ കുട്ടിയുടെ മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. ഇനി നമ്മളെന്താ ശ്രദ്ധിക്കേണ്ടത്? കുട്ടികൾ എത്രയുണ്ട്? ഒരാൾ പോയി, പകരം മറ്റൊരാൾ വന്നു. അപ്പോൾ കുട്ടികളുടെ എണ്ണത്തിൽ മാറ്റം വരുന്നില്ല. 5 കുട്ടികൾ തന്നെയുള്ളത്. ഇനി ശരാശരി മാർക്കിൽ എത്ര കുറവ് വന്നിട്ടുണ്ട്? 2 കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോയ കുട്ടിയുടെ മാർക്ക് മൈനസ് കുട്ടികളുടെ എണ്ണം ഇൻറ്റു ശരാശരിയിൽ വന്ന മാറ്റം, അതായത് 100 മൈനസ് 5 × 2. അപ്പോൾ 100ന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 90 ഉത്തരം. ഓപ്ഷൻ എ ആണ് ആൻസർ. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ത്? അപ്പോൾ ഇരട്ട സംഖ്യകളുടെ ശരാശരി ആണല്ലോ സൂത്രവാക്യം n+1 ആണ്. ഇരട്ട സംഖ്യകളുടെ ശരാശരി ആണല്ലോ സൂത്രവാക്യം n+1. അപ്പോൾ n എന്ന് പറയുന്നത് 50 + 1 51 ആൻസർ. ഒരു ക്ലാസ്സിലെ 9 പേരുടെ ശരാശരി പൊക്കം 160 സെൻറ്റിമീറ്ററാണ്. പുതുതായി ഒരാൾ കൂടി ചേർന്നപ്പോൾ ശരാശരിയിൽ 5 സെൻറ്റിമീറ്റർ കുറവുണ്ടായി. പുതുതായി വന്നയാളുടെ ഉയരം എത്ര? അപ്പോൾ ഇതും സാധാരണ രീതിയിൽ 9 × 160, അതിനുശേഷം ശരാശരിയിൽ വന്ന വ്യത്യാസം, അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ചെയ്യുക. അത് കാണാതെ ഉത്തരം കണ്ടെത്താനുള്ള എളുപ്പവഴി, ആദ്യത്തെ ശരാശരി എത്ര? 160 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇപ്പോൾ പുതിയൊരാൾ കൂടി വന്നപ്പോൾ കുട്ടികളുടെ എണ്ണം എത്രയായി? 10 ആയി. പുതിയ ഒരാൾ വരുന്നുണ്ട്, പകരം പോകുന്നൊന്നുമില്ല. അപ്പോൾ 10 കുട്ടികളായി. ഇനി ശരാശരിയിലെ കുറവ് എത്ര വന്ന്? 5. അപ്പോൾ 160 മൈനസ് 10 × 5. 160 50 കുറച്ച് കഴിഞ്ഞാൽ 110 ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ.